5000 ധാരയ്ക്കുള്ള ജലം ഒറ്റയ്ക്ക് കോരിയെടുക്കാൻ നാം അവളെ ഏൽപ്പിച്ചത് അവളുടെ നടുവൊടിക്കാൻ വേണ്ടിയാണ്. 5000 പോയിട്ട് 1000 തൊട്ടി ജലം പോലും അവൾ കോരിയെടുക്കുമെന്ന് നാം തീരെ പ്രതീക്ഷിച്ചില്ല. അവൾ 5000 തൊട്ടി വെള്ളവും കോരി ശരീരത്തിന് ക്ഷതവും സംഭവിച്ചതുമില്ല. അത് ദിവ്യശക്തിയല്ലാതെ മറ്റെന്താണ്? വള്ളിയമ്മയെയും കനിമൊഴിയെയും ക്ഷേത്രത്തിൽ നിന്ന് പുറത്താക്കണമെന്ന ഭൈരവി നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം അതുതന്നെയാണ് നമ്മുടെ ലക്ഷ്യവും. പക്ഷേ മീനാക്ഷി അവർക്ക് കൂട്ടിനുള്ളപ്പോ ആ ലക്ഷ്യം സാധിക്കുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് ഭൈരവിയുടെ ദൗത്യം വിട്ടുകളയാമെന്നാണോ അങ്ങുന്നിന്റെ തീരുമാനം? വിട്ടുകളയാനോ? ഭൈരവി നമ്മുടെ അനന്തരവള. അവൾ ഒരു ദൗത്യം വിശ്വസിച്ച് നമ്മെ ഏൽപ്പിച്ചാൽ അത് സാധിച്ചു കൊടുക്കാൻ നാം ബാധ്യസ്ഥരാണ് വളർമതി. ഇതിലും കട്ടിയായ ഒരു പരീക്ഷണം നാം അവൾക്കായി ഏർപ്പെടുത്തുന്നുണ്ട്. മഹാരാജൻ അവളുടെ ശിരസ് ഛേദിക്കുന്ന അവസ്ഥയുണ്ടാവണം. അതിന് വളർമതിയുടെ എല്ലാ സഹായങ്ങളും ഉണ്ടാവണം. അത് പ്രത്യേകം പറയണോ അങ്ങുന്നേ? മീനാക്ഷിയെ തറപറ്റിക്കാൻ എത്രയോ കെണികൾ ഒരുക്കിയവളാണ് ഞാൻ. ഓരോന്നും പരാജയപ്പെടുന്തോറും എനിക്ക് അവളോടുള്ള പകയും വാശിയും വർദ്ധിക്കുകയാണ്. അവളെ തകർക്കാൻ അങ്ങുന്നിനോടൊപ്പം ഞാനും ഉണ്ടാവും. അങ്ങുന്നേ, അങ്ങൊന്ന് സമാധാനിക്കണം. മനുഷ്യർക്കാണെങ്കിൽ ചുടലഭസ്മം വെറുക്കപ്പെട്ട വസ്തുവാ. പരമശിവന് വളരെ ഇഷ്ടമുള്ള വസ്തുവും. നമ്മുടെ മലങ്കാളിക്ക് നമ്മൾ കള്ളും മാംസവും ഒക്കെ പൂജിക്കണില്ലേ? ഓരോരോ ദൈവങ്ങൾക്കും ഓരോരോ ഇഷ്ടങ്ങളാ. അതെ. ചുടലപ്പറമ്പിൽ ഇപ്പൊ ആരെയും ദഹിപ്പിക്കാറില്ലേ? ഒരു പിടി ചുടലഭസ്മം പോലും കിട്ടാനില്ലല്ലോ. ഒരു ചുടലയിലും ഒരിറ്റ് ഭസ്മം പോലും കാണാനില്ലല്ലോ ശിവഭഗവാനെ. ഭഗവാനെ, അങ്ങയുടെ കല്ലിൽ ഇന്നെങ്ങനെ
ചുടലഭസ്മം പൂശി പ്രാർത്ഥിക്കും. എവിടെ ചുടലഭസ്മം? ഭസ്മം കിട്ടിയില്ല കുറുമ്പേ. ചുടലപ്പറമ്പ് മുഴുവൻ തെരഞ്ഞിട്ടും ഒരിറ്റ് ഭസ്മം പോലും കിട്ടിയില്ല. ഇന്നലെ എല്ലാ ചുടലകളിലും ഭസ്മം കിടക്കുന്നത് കണ്ടതാണ്. ആ ഭസ്മമെല്ലാം എങ്ങോട്ട് പോയി? നമ്മെപ്പോലെ ചുടലഭസ്മം പൂശി ശിവപൂജ നടത്തുന്ന മറ്റു പലരും ഉണ്ടാവും. അവര് വാരിക്കൊണ്ടു പോയതായിരിക്കും. ഇനിയിപ്പോ ചുടലഭസ്മത്തിന് എന്ത് ചെയ്യും? കുറുമ്പേ, ഒരു ദിവസം പോലും ചുടലഭസ്മം ഇല്ലാതെ ശിവപൂജ ചെയ്യുന്ന കാര്യം ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. ചുടലഭസ്മം കൂടിയേ തീരൂ. അങ്ങനെ എപ്പോഴും എവിടെയും കിട്ടുന്ന വസ്തുവാണോ ചുടലഭസ്മം? ഇന്ന് നമുക്ക് ചുടലഭസ്മം പൂശാതെ കാട്ടുപൂക്കൾ മാത്രം അർപ്പിച്ച് പൂജ ചെയ്യാം. നീ എന്തായി പറയുന്നത്? ചുടലഭസ്മം പൂശാതെയുള്ള പൂജ ഭഗവാൻ ഇഷ്ടപ്പെടില്ല കുറുമ്പേ. നാളിതുവരെ ചുടലഭസ്മ പൂജയിലൂടെ നമുക്ക് കിട്ടിയ പുണ്യമെല്ലാം ശിവഭസ്മമില്ലാത്ത ഒരു ദിവസത്തെ പൂജ കൊണ്ട് നശിച്ചിരിക്കും. എന്റെ ഭഗവാനെ, ചുടലഭസ്മം കിട്ടാനുള്ള ഒരു വഴി കാണിച്ചു തരണേ. ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയേ ഉള്ളൂ കുറുമ്പേ. എന്താണ്? ഞാൻ എന്റെ ദേഹത്ത് തീ കൊളുത്തി മരിക്കാം. എന്റെ ശരീരം ദഹിച്ച ഭസ്മം എടുത്ത് നീ ഭഗവാന് പൂജ ചെയ്യണം. നിങ്ങൾ എന്ത് ഭ്രാന്തായി പറയണത്? എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനല്ലേ ശിവഭഗവാൻ? ചുടലഭസ്മം കിട്ടാനില്ലാത്തത് കൊണ്ടാണ് ഭസ്മം പൂശി പൂജ ചെയ്യാത്തതെന്ന് ഭഗവാൻ അറിയില്ലേ? വേണ്ട, തീ കൊളുത്തി മരിക്കൊന്നും വേണ്ട എന്റെ വേടനെ. ഞാനതിന് സമ്മതിക്കില്ല. നിങ്ങൾ മരിച്ച പിന്നെ ഈ വേടത്തേക്ക് ആരാ ഉള്ളത്? കുറുമ്പേ, ഞാൻ മരിച്ചാൽ നിനക്ക് കൂട്ടിന് ശിവഭഗവാൻ ഉണ്ടാവും. സ്വന്തം ശരീരം ദഹിപ്പിച്ച് ചുടലഭസ്മം പൂജയ്ക്ക് തന്ന ഗുരുഗുഹൻ എന്ന വേടന്റെ ഭാര്യയെ ഭഗവാൻ സ്വന്തം മകളെ പോലെ കാത്തുകൊള്ളും. എന്റെ ശരീരം ദഹിപ്പിക്കാൻ നിറഞ്ഞ മനസ്സോടെ നീ അനുവദിക്കണം കുറുമ്പേ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. എന്റെ പൊന്നു ശിവഭഗവാനെ, എന്റെ വേടന്റെ മനസ്സ് മാറ്റി തരണേ. കുറുമ്പേ, കരയരുത്. നീ സമ്മതിച്ചില്ലെങ്കിലും ഞാനത് ചെയ്തിരിക്കും. എല്ലാം ശിവഭഗവാനിൽ അർപ്പിച്ച് കഴിയുന്ന എനിക്ക് എന്റെ ശരീരം തന്നെ ഭഗവാൻ അർപ്പിക്കാൻ ഒരവസരം കിട്ടിയിരിക്കുകയാണ്. ഞാനത് ചെയ്തിരിക്കും. എന്റെ ഭസ്മമെടുത്ത് ഭഗവാന് പൂജ ചെയ്യാൻ നിനക്ക് മനസ്സുണ്ടാവണം കുറുമ്പേ. എന്റെ ശിവഭഗവാനെ, എന്റെ വേടൻ കത്തിച്ചാമ്പലാവാൻ ഞാൻ അനുവദിക്കണോ? എനിക്കൊരു വഴി കാട്ടിത്തരണേ ഭഗവാനെ.
മാടരെ, ചുടലഭസ്മം പൂശിയുള്ള ഭഗവാന്റെ പൂജ ഇന്നും മുടങ്ങിയല്ലോ. അതോർക്കുമ്പോ വിഷമം സഹിക്കാൻ കഴിയുന്നില്ല കുറുമ്പെ. ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും സഹിക്കാം. പക്ഷെ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ചുടലഭസ്മ പൂജ നടത്തിയില്ലെങ്കിൽ ഈ ജീവിതം കൊണ്ട് ഒരർത്ഥവുമില്ല കുറുമ്പെ. കൽത്തുറങ്കിൽ നിന്ന് പോലും എന്നെ രക്ഷിച്ച ഭഗവാനോട് കാട്ടുന്ന കൊടിയ അപരാധമാവും, നന്ദികേടാവും കുറുമ്പെ. അതോർക്കുമ്പോ ചുടലഭസ്മം പൂശിയുള്ള പൂജ ഒരിക്കലും മുടക്കാൻ പാടില്ല. ഭഗവാന്റെ കോപം ഒരിക്കലും നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മുടെ കുടിലിന് തീ കൊളുത്തി ഞാനതിൽ കത്തി അമർന്നോളാം. എന്റെ ചുടലഭസ്മം എടുത്ത് അങ്ങയ്ക്ക് പൂജ ചെയ്യാലോ. ചുടലച്ചാര പൂജ ചെയ്യാൻ സ്വന്തം ശരീരം തന്നെ സമർപ്പിക്കാൻ തയ്യാറായ അങ്ങയുടെ വലിയ മനസ്സിനെ ഞാൻ വണങ്ങുന്നു. ഞാൻ ജീവിച്ചിരിക്കുമ്പോ അങ്ങയെ ഞാൻ അനുവദിക്കില്ല. എന്റെ ശരീരത്തെ ഞാൻ അഗ്നിക്ക് സമർപ്പിക്കാൻ പോകുന്നു. എത്രയോ ദിവസത്തെ പൂജയ്ക്ക് എന്റെ ചുടലഭസ്മം മതിയാവുമല്ലോ. അതിനെന്നെ അനുവദിക്കണം. ശിവഭഗവാനെ ഓർത്ത് അങ്ങ് എതിരൊന്നും പറയരുത്. കുറുമ്പേ, സ്വന്തം ശരീരം തന്നെ വെണ്ണീറാക്കി ഭഗവാന് സമർപ്പിക്കാൻ തയ്യാറാവുന്ന നിന്റെ അളവറ്റ ഭക്തിക്ക് മുന്നിൽ ഞാൻ തല കുനിക്കുന്നു. അത്ര ഒരു മഹാപുണ്യത്തിന് നീ മുതിരുമ്പോ ഞാനതിനെ തടയാൻ പാടുള്ളതല്ല. നിന്റെ ശരീരം നീ ഭഗവാനും ഭഗവതിക്കുമായി സമർപ്പിച്ചുകൊള്ളുക. നിന്റെ ആത്മാവിനെ അങ്ങ് കൈലാസത്ത് ഭഗവാനും ഭഗവതിക്കുമൊപ്പം സ്ഥാനമുണ്ടാവട്ടെ. ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ. ശംഭോ മഹാദേവ. ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ.
ചുടലഭസ്മ പൂജ ചെയ്യാൻ സ്വന്തം ശരീരം പോലും അഗ്നിക്ക് സമർപ്പിക്കാൻ തയ്യാറായി നിൽക്കുന്ന മഹാത്യാഗിയായ കുറുമ്പയെ അങ്ങ് കാണുന്നില്ലേ? കാണുന്നുണ്ട്. കാട്ടാളവർഗത്തിൽ ജനിച്ചവളാണ് കുറുമ്പ. പക്ഷേ ഭർത്താവിന്റെ അഭീഷ്ട പൂജയ്ക്ക് വേണ്ടി സ്വന്തം ശരീരം തന്നെ വെടിയാൻ മനസ്സ് കാണിച്ച കുറുമ്പ വരേണ്യവർഗത്തിൽ ജനിച്ച ശീലാവതിയെപ്പോലെ, സാവിത്രിയെപ്പോലെ തികഞ്ഞ പതിവ്രതാരത്നമാണ്. ഒപ്പം സാഹസിക ഭക്തയും. കുറുമ്പയെ അഗ്നിക്ക് ആഹരിക്കാൻ വിടാതെ രക്ഷിച്ചുകൂടെ ദേവാ? തീർച്ചയായും. കുറുമ്പയ്ക്ക് കൈലാസപ്രാപ്തിക്കുള്ള സമയമായിട്ടില്ല ദേവി. ഇനി എത്രയോ കാലം ഭസ്മപൂജ നടത്തി നമ്മെ ഉപാസിക്കേണ്ടവളാണ് കുറുമ്പ. ഒപ്പം ഭർത്താവിനെ പരിചരിക്കേണ്ടവളും. കുറുമ്പയെ രക്ഷിക്കുക തന്നെ വേണം. കുറുമ്പേ, ഗുരുഗുഹ. ഭഗവാനേ, എഴുന്നേൽക്കൂ പ്രിയഭക്തരെ. അടിയങ്ങളുടെ കുടിലിൽ മഹാശിവൻ തമ്പുരാന്റെ പാദങ്ങൾ പതിയാനുള്ള മഹാഭാഗ്യം ഉണ്ടായല്ലോ. കീഴാളരായ അടിയങ്ങളുടെ കുടിലിൽ ശിവഭഗവാൻ. അടിയങ്ങൾ അത്രയ്ക്ക് പുണ്യം ചെയ്തവരാണോ ഭഗവാനെ? അതെ, ജന്മം കൊണ്ട് നിങ്ങൾ കീഴാളരാണെങ്കിലും കർമ്മം കൊണ്ട് വരേണ്യരാണെന്നറിയുക. ചുടലഭസ്മത്തിനായി സ്വയം ജീവത്യാഗം ചെയ്യാൻ ആഗ്രഹിച്ച ഭർത്താവിന് ചുടലഭസ്മ പൂജ ചെയ്യാൻ സ്വന്തം ശരീരം തന്നെ സമർപ്പിക്കാൻ തയ്യാറായ കുറുമ്പയുടെ ത്യാഗമനസ്ഥിതിയിലും ഭക്തി പാരമ്യത്തിലും നാം ഏറെ സംപ്രീതനാണെന്നറിയുക. തന്നെ പരിചരിക്കേണ്ട, ജീവന് തുല്യം സ്നേഹിക്കുന്ന പത്നിയെ ചുടലഭസ്മമാകാൻ സർവാത്മന സമ്മതം മൂളിയ ഗുരുഗുഹന്റെ ഭക്തിയുടെ ഔന്നത്യത്തിലും നാം ഏറെ പ്രസാദവാനാണ്. നമ്മുടെയും ജഗദംബികയുടെയും അനുഗ്രഹവർഷം നിങ്ങളിൽ അവിരാമം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. നന്ദിയുണ്ട് ഭഗവാനെ. അപ്പോഴും അങ്ങേക്കിന്ന് ചുടലഭസ്മ പൂജ മുടങ്ങുമല്ലോ എന്ന വിഷമം അടിയങ്ങൾ അനുഭവിക്കുന്നുണ്ട്. വിഷമിക്കാതെ ഗുരുഗുഹ, നിന്റെ പൂജയ്ക്കുള്ള ചുടലഭസ്മമിതാ.
ഭൂലോകത്തിനെയും ഏറെക്കാലം നമുക്ക് പൂജ ചെയ്ത് ജീവിക്കേണ്ടവരാണ് നിങ്ങൾ. സൽപുത്രന്മാരുടെ മാതാപിതാക്കളാകാനുള്ള യോഗവും നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ പുത്രന്മാരും ഭക്തി ശ്രേഷ്ഠരായി തന്നെ ഭവിക്കും. ഒടുവിൽ നിങ്ങൾക്കിരുവർക്കും ഒരുമിച്ച് കൈലാസപ്രാപ്തി ഉണ്ടാവും. സർവമംഗളങ്ങളും ഭവിക്കട്ടെ. സൽപുത്രന്മാർ, കൈലാസപ്രാപ്തി. ഭഗവാന് പൂജിക്കേണ്ട ചുടലഭസ്മം ഭഗവാൻ തന്നെ ദാനം നൽകിയ മഹാ അത്ഭുതം. ശിവഭഗവാനെ നന്ദി. ശംഭോ മഹാദേവ, മഹാദേവ, ശംഭോ മഹാദേവ, മഹാദേവ, ശംഭോ മഹാദേവ, ശംഭോ മഹാദേവ.